കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ഇന്ന് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയുടെ മേശപ്പുറത്തുവയ്ക്കും. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി തുറന്നുകാട്ടുന്നതിനോടൊപ്പം ധനസമാഹരണത്തിനുള്ള പുതിയ വഴികളെക്കുറിച്ചും ധവളപത്രത്തിൽ പരാമർശമുണ്ടെന്നാണ് സൂചന. ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് തയ്യാറാക്കിയ ധവളപത്രത്തിന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ട്രഷറിയിൽ മിച്ചമുണ്ടായിരുന്ന തുകയടക്കം വ്യക്തമാക്കുന്നതാണ് ധവളപത്രം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ വരുമാനവും ചെലവുകളും ധവളപത്രത്തിൽ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യ സൂചനകളും ധവളപത്രത്തിന്റെ ഭാഗമായി ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാതെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനുള്ള വികസന തന്ത്രവും ധവളപത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ജൂലൈ 8-ന് നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ബഡ്ജറ്റിന്റെ ആദ്യ പടി കൂടിയാകും നിയമസഭയുടെ മേശപ്പുറത്ത് ഇന്ന് അവതരിപ്പിക്കുന്ന ധവളപത്രം എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ധവളപത്രത്തിലൂടെ കഴിഞ്ഞ സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥത തുറന്നുകാട്ടാനാകുമെന്നും LDF കണക്കുകൂട്ടുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.